ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജിഷ ഇവിടെ ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ജിഷ ഒരു നല്ല കുക്ക്. അവൾ നല്ല ടേസ്റ്റിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കും, നല്ല ബിരിയാണി ഉണ്ടാക്കും. പിന്നെ ഇങ്ങനത്തെ ഉഴുന്നുവട, പരിപ്പ് വട, പഴംപൊരി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും, നല്ല ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കും. ഏതായാലും ജിഷ ഒരു നല്ല കുക്കാണ്, നല്ല ടേസ്റ്റ് നല്ല ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ അവളുടെ ഈ ഉഴുന്നുവട കുക്കിംഗ് സീക്രട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പിന്നെ ഒരു കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്നൊരു ഉഴുന്നുവട ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ. ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ നാട്ടിലെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനൊരു ചട്നി. അപ്പോൾ നമുക്കത് കാണാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പെട്ടെന്നാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 4 മണിക്കൂർ മുമ്പ് 1.5 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അത് ഇതൊരു തുളയുള്ള പാത്രമാണ്. അതിനകത്ത് ഇപ്പോൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്നുവടയ്ക്ക് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇത് അരയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് റെഡിയാണ്. പിന്നെ ഉഴുന്നുവടയിൽ ഇടാനുള്ള ഒരു ഹാഫ് സവാള ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ കൂടെ അരിയില്ല, ഇത് ഞാൻ ഈ ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കും. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ അരിയണം. അത് ഞാൻ എടുത്തിട്ടില്ല, ഇപ്പോൾ എടുക്കാം. അപ്പോൾ ഇത് മിക്സിയിലിട്ട് അരയ്ക്കണം. എല്ലാവരും ചെറിയ ജാറാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഇവിടെ കിട്ടുന്ന മിക്സിയിൽ ചെറിയ ജാറെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മോളാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ മീഡിയം പൊടിക്കുന്ന മിക്സിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് അരിഞ്ഞു വരും. ഞാനിതിനു മുമ്പ് പരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു നന്നായിട്ട് അരയേണ്ട, ഇത്തിരി ഒരു പൊടിയോടെ അരിഞ്ഞാൽ മതി, പുട്ടിൻ്റെയൊക്കെ മാതിരി. അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ. ഞാനിതാ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നുകൂടെ അരയ്ക്കാൻ പോവാം കേട്ടോ. ഒരുപാട് വെള്ളം പാടില്ല. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. എന്നിട്ട് അങ്ങോട്ട് ഞാനിത് മുഴുവനും അരച്ചിട്ടുണ്ട്. അത് നോക്കി ഞാനൊരു ഫുള്ള് ഇതായിട്ടല്ല, ഒരു കുറച്ച് തരിയായിട്ട് അരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടു. വിത്ത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മുടെ ഉഴുന്നുവട എങ്ങനെ സോഫ്റ്റായിട്ട്, അതായത് പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ടെക്നിക്ക്. ഇത് ഞാൻ കുറേ ട്രൈ ചെയ്തു. അപ്പോഴാണ് ഇത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുന്ന കേക്ക് മിക്സറാണ്. നിങ്ങൾക്കൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നുമില്ല. ഒരു 1000 രൂപയ്ക്കൊക്കെ നാട്ടിൽ കിട്ടുന്ന, ഇവിടെയാണെങ്കിൽ ഞാൻ ഇതിന് $24 കൊടുത്ത് മേടിച്ച അത്രയും സിമ്പിളായ മിക്സറാണിത്, കേക്ക് മിക്സർ. ഇതുകൊണ്ട് ഇതൊരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ അടിക്കണം. അടിച്ചടിച്ചിത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇത് അടിക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പിടാൻ പോവാണേ. അപ്പം ആദ്യം നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഉപ്പിടരുത്, അപ്പോഴും അതിനൊരു സോഫ്റ്റ്നെസ് ആ ഉള്ളിൽ വരില്ല. ഇപ്പം ഇട്ടാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാനൊരു 2-3 മിനിറ്റ് ഇപ്പോൾ ഇത് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടാൻ പോകും. നിങ്ങളിങ്ങനെ ഉപ്പിടരുത്. എനിക്കിതിൽ ഭയങ്കര കഴിവാണ് ഇങ്ങനെ മറിച്ച് എത്തൊരു ഉപ്പ് വേണമെന്ന്. ഞാനൊരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് മുഴുവനും ഒരു 6 മിനിറ്റ് അടിച്ചിട്ടുണ്ടാകും. നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. നോക്കിയേ, ഇങ്ങനെ ഇരുന്നാലാണ് നമ്മുടെ ഉഴുന്നുവട സോഫ്റ്റ് ആവുള്ളൂ. ഇനി ഇതിനകത്തേക്ക് എൻ്റെ ഉള്ളിയും മല്ലിയിലയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇടും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. മാവൊക്കെ റെഡിയായി. പിന്നെ അങ്ങനെ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് എടുത്തിട്ട് പരത്തി ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെക്കിയാൽ മതി. എന്നിട്ട് ഞാൻ അതിൻ്റെ നടുവിലൊരു ഹോളിടും. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇടാൻ പോവാണ് എണ്ണയ്ക്കകത്തേക്ക്. കറക്റ്റാണ്. അപ്പോൾ ഒന്നും കൂടെ ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു ഉണ്ട എടുത്തു. നിങ്ങൾക്ക് വേണ്ട വലുപ്പെടുത്താൽ മതി. വെള്ളം ഇങ്ങനെ തൊട്ടാൽ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കില്ല. ഇതൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് ഈ സീക്രട്സ് ഒക്കെ അറിയായിരിക്കും. ഞാനിനി പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഓർത്തിട്ട് പറയുന്ന കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് അത് വരുമ്പോൾ ഞാൻ 3 എണ്ണം ഇടാൻ പോകുന്നത് ഇതിനകത്ത്. അതിൻ്റെ ആ പാത്രം കുറച്ചും കൂടെ പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ചധികം എണ്ണ ഇടാം. പക്ഷേ എനിക്ക് ആ പരന്നതും കുഴിയുള്ളതും കൂടിയായ പാത്രം ഇല്ല. ഞാൻ ഓർത്ത് ഇതിൽ ചെയ്യാം. ഇത് കറക്റ്റായിട്ട് അതായി വരുമ്പോൾ നമുക്ക് അടുത്തല്ല. അപ്പോൾ ഒരു മീഡിയം ഹൈ തീയിൽ വെച്ചാൽ മതി. ഞാൻ തീ ഒന്ന് കുറച്ച്
എപ്പോഴും എണ്ണയിൽ ഒരു സാധനം നമ്മൾ ഇടുമ്പം നല്ല തീയിൽ വേണം, പക്ഷേ ഇട്ട് കഴിയുമ്പം അതിൻ്റെ തീ കുറച്ച് വെക്കണം. ഇടുമ്പം അങ്ങനെ വെച്ചാലാണ് അത് കറക്റ്റായിട്ട് വേവ് ശരിയാവുള്ളൂ. അതായത് റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം ആദ്യം ഇട്ടത് ഇത് നോക്കി, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് വാങ്ങാം. ഞാനിതിവിടെ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കിച്ചൺ പേപ്പറാണ്, അപ്പോൾ അതിലേക്ക് വെച്ചാൽ ആ എണ്ണ വറ്റിയെടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ആയിട്ടുള്ളൂ, ബാക്കി ഇങ്ങനെ ഓരോന്നാകുന്നുണ്ട് വരുന്നുണ്ട്. അപ്പോഴത്തേനും നമുക്കതിലൊരു സ്ഥലമുണ്ട്. ഞാനപ്പോൾ ഒന്നും കൂടെ ഇടാൻ പോവാം. അത് അടുത്തതും കൂടെ എടുത്തു. ഇതങ്ങനെ നമ്മുടെ ഉഴുന്നുവട റെഡിയായി. പിന്നെ 1.5 ഗ്ലാസ് ഉഴുന്നുകൊണ്ട് 12 ഉഴുന്നുവട കിട്ടി. അതേപോലെ അതിൻ്റെ കൂടെ കൂട്ടാൻ പിന്നെ തേങ്ങാ ചമ്മന്തിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല രസമുണ്ട് കേട്ടോ. ശരിയായോ? ഓ അടിപൊളി, ഉഷാർ. ഉഴുന്നുവട അതിൻ്റെ കൂടെ കൂട്ടാൻ നല്ല അച്ചല് തേങ്ങാ ചമ്മന്തി, പിന്നെ കുടിക്കാൻ കരിക്കും വെള്ളം. കരിക്കും വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അതാ ഇവിടെ ഇതേപോലെ ഇങ്ങനെ ബോട്ടിൽ മേടിക്കാൻ കിട്ടുന്ന കരിക്കും വെള്ളമാണ്. നമ്മുടെ നാട്ടിലെ കരിക്ക് ഇവിടെ കിട്ടൂല, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ കരിക്കും വെള്ളം മേടിച്ചാണ് കുടിക്കുന്നത്. ഏതായാലും നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഉഴുന്നുവട ഡിഷ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സീക്രട്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക.